Hello friends, welcome to PSC Cluster. വിറ്റമിൻ എന്ന സെക്ഷന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിറ്റാമിൻ എയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വിറ്റാമിനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ സെക്ഷൻ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. വിറ്റാമിൻ ഡി എന്നാൽ ജീവകം ഡി. സയൻറ്റിഫിക് നെയിം നമ്മൾ വിറ്റാമിൻ എ പറഞ്ഞപ്പോൾ സയൻറ്റിഫിക് നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെറ്റിനോൾ. അതുപോലെ വിറ്റാമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിം കാൽസിഫെറോൾ. അടുത്ത പോയിന്റ്, എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? അതും വിറ്റാമിൻ ഡി ആണ്. എല്ല്, പല്ല് തുടങ്ങിയവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി. എല്ല്, പല്ല് നമുക്കറിയാം. അസ്ഥികൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. സോ നമുക്കൊരു പോയിൻ്റായിട്ട് പറയാം, വിറ്റാമിൻ ഡി കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നു. കാൽസ്യം ഫോസ്ഫേറ്റിൽ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അല്ലെ ഫോസ്ഫറസ് ആഗിരണത്തെ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഫോസ്ഫറസ് മെറ്റാബോളിസത്തെ സഹായിക്കുന്നു. ഫോസ്ഫറസ് മെറ്റാബോളിസത്തെ സഹായിക്കുന്നു വിറ്റാമിൻ ഡി. അടുത്തതായി മെയിൻ സോഴ്സസ്. വിറ്റാമിൻ ഡിയുടെ മെയിൻ സോഴ്സ് ഏതാണെന്ന് നോക്കണം. അറിയുന്നുണ്ടായിരിക്കും, സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? PSC ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDC 2017 LDCക്ക് ചോദിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. ഇനി അടുത്ത സോഴ്സ് കോഡ് ലിവർ ഓയിൽ. മത്സ്യ എണ്ണ. മീൻ ഗുളികേൻ്റെ പാത്രത്തിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, ദെൻ omega-3 ഇങ്ങനെ ഓരോ കണ്ടൻസ് എഴുതി കാണും. അതിൽ വിറ്റാമിൻ എയുടെ കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. കോഡ് ലിവർ ഓയിൽ ഒരു മെയിൻ സോഴ്സാണ്. വിറ്റാമിൻ ഡി ആയാലും മെയിൻ സോഴ്സ് കോഡ് ലിവർ ഓയിൽ. പിന്നെ സൺലൈറ്റ്. അടുത്തത് യാതൊരുവിധ പച്ചക്കറിയിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഡി. പച്ചക്കറിയിലൊന്നും വിറ്റാമിൻ ഇല്ല, വിറ്റാമിൻ ഡി ഇല്ല. യാതൊരുവിധ പച്ചക്കറിയിലൂടെയും ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. ആഹാരത്തിലൂടെ ലഭിക്കാത്ത വിറ്റാമിൻ ഡി. ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഡി. പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഡി. പാലിലും പാലുൽപ്പന്നങ്ങളിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് വിറ്റാമിൻ ഡി എന്നാൽ കാൽസിഫെറോൾ. സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. എല്ല്, പല്ല് ഇവയുടെ ആരോഗ്യത്തിന് ആവശ്യം. കൂടെ പഠിക്കാം. കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു, ഫോസ്ഫറസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. മെയിനായിട്ടുള്ള സോഴ്സ് സൂര്യപ്രകാശം. പിന്നെ കോഡ് ലിവർ ഓയിലും ഉണ്ട്. മത്സ്യ എണ്ണ. പച്ചക്കറികളിൽ അടങ്ങിയിട്ടില്ല, ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ. പാലിലും പാലുൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ. അടുത്ത ഭാഗം നോക്കാം. നമ്മൾ പറഞ്ഞു വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിറ്റാമിനെ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നുണ്ട്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. അടുത്ത ഈ വിറ്റാമിൻ ഡി കാറ്റഗറിയിൽ 2 വിറ്റാമിനാണ് പറയാനുള്ളത്. 2 വിറ്റാമിൻ എന്ന് പറയുമ്പോൾ പേര് പറയാം. എർഗോ കാൽസിഫെറോൾ, കോൾ കാൽസിഫെറോൾ. വിറ്റാമിൻ ഡിക്കകത്ത് വിറ്റാമിൻ D2, വിറ്റാമിൻ D3 ഇങ്ങനെ 2 കാറ്റഗറി വിറ്റാമിൻസ് ഉണ്ട് നമുക്ക് PSCക്ക് ചോദിക്കുന്നത്. എർഗോ കാൽസിഫെറോൾ ആണ് D2, കോൾ കാൽസിഫെറോൾ ആണ് D3. ഈ എർഗോ കാൽസിഫെറോളുമായിട്ട് ബന്ധപ്പെട്ട്
നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന് താഴെയായിട്ട് എർഗോസ്റ്റീറോൾ എന്ന് പറയുന്ന വസ്തുവുണ്ട്. അത് അൾട്രാവയലറ്റ്, സൂര്യപ്രകാശത്തെ അൾട്രാവയലറ്റ് തട്ടുമ്പോൾ വിറ്റാമിൻ D2 അഥവാ എർഗോ കാൽസിഫെറോൾ ആയിട്ട് മാറുകയാണ്. എർഗോ കാൽസിഫെറോൾ ആയിട്ട് മാറുകയാണ്. ഇതെന്ന് പറയുമ്പോൾ വിറ്റാമിൻ D2 ആണ് ശരിക്ക്. വിറ്റാമിൻ D2 എന്ന് കൂടെ നമുക്ക് പറയാം. അപ്പം വിറ്റാമിൻ D2ന് എർഗോ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. എർഗോ കാൽസിഫെറോൾ അല്ലെ എർഗോസ്റ്റീറോൾ. ഈ എർഗോസ്റ്റീറോള് സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ അൾട്രാവയലറ്റ് ലൈറ്റിന് എക്സ്പോസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ D2 ആയിട്ട് മാറുന്നുണ്ട്. സ്റ്റീറോൾ, അതായത് റിലേറ്റഡ് ടു സ്റ്റീറോയിഡ്. അതുകൊണ്ട് ഈ വിറ്റാമിനെ, നമ്മളെ ജീവകം ഡിയെ സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. സ്റ്റീറോയിഡ് വിറ്റാമിൻ നമ്മൾ 3 പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാൽസിഫെറോള്, സൺഷൈൻ വിറ്റാമിൻ, സ്റ്റീറോയിഡ് വിറ്റാമിൻ. വിറ്റാമിൻ ഡിയുടെ 3 പേരുകളാണ്. അടുത്തൊരു ഫാക്റ്റ് കൂടെ, ഡെഫിഷ്യൻസി ഡിസീസ് കൂടെ നോക്കണം വിറ്റാമിൻ ഡിയിൽ. അടുത്തതായിട്ട് ഡെഫിഷ്യൻസി ഡിസീസാണ്, അതായത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഏത് അസുഖമാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കുട്ടികളിൽ, മുതിർന്നവരിൽ, ഇങ്ങനെ രണ്ടായിട്ട് തന്നെ പഠിക്കണം. വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖം കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് മലയാളം വേർഡ് ഓർത്ത് വെക്കണം. കണ. LDC എക്സാമുകൾക്ക് സാധാരണ ചോദിക്കാറുണ്ട് മലയാളത്തിൽ. റിക്കറ്റ്സ് എന്നും ഓർത്ത് വെക്കണം, കണ എന്നും ഓർത്ത് വെക്കണം. കണ എന്ന അസുഖം ഏത് രോഗത്തിൻ്റെ അപര്യാപ്തത, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത രോഗമാണ്? വിറ്റാമിൻ ഡി. ഇനി മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ ഡിസീസിൻ്റെ പേരാണ് ഓസ്റ്റിയോ മലേഷ്യ. അപ്പോൾ കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ്, മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ. മുതിർന്നവരേക്കാൾ കുട്ടികൾക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ഡി. അടുത്ത പോയിന്റ്, ഇപ്പം നമ്മൾ പറഞ്ഞത് റിക്കറ്റ്സിന് കാരണമാകുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്നും കൂടെ വിറ്റാമിൻ ഡി അറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ ഡി എന്തൊക്കെയാണ്? കാൽസിഫെറോൾ, സൺഷൈൻ വിറ്റാമിൻ, സ്റ്റീറോയിഡ് വിറ്റാമിൻ, ഇപ്പോൾ റിക്കറ്റ്, ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ. കൂടെ നമുക്കൊരു പോയിന്റ്, വിറ്റാമിൻ ഡി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട. എല്ലുകളും പല്ലുകളും പൊടിയുന്ന അവസ്ഥ ഓർത്തു വയ്ക്കുക. ഓസ്റ്റിയോപോറോസിസ്, പൊടിയുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഇത്രയുമാണ് നമുക്ക് വിറ്റാമിൻ ഡിയെ കുറിച്ച് പഠിക്കാനുള്ളത്. സോല്യൂബിൾ വിറ്റാമിൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇ ആൻഡ് കെ ആണ് ഫാറ്റ് സോല്യൂബിളിൽ വരുന്നത്. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, എടുത്ത ഭാഗത്തു നിന്നും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.